ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒരു സീരീസാണ്. നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുള്ളൊരു സീരീസാണ് സ്ക്വിഡ് ഗെയിം. സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 എപ്പിസോഡ് 1 ബ്രെഡ് ആൻഡ് ലോട്ടറി ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്ക്വിഡ് ഗെയിം സീസൺ 2 കാണാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു എക്സ്പ്ലെയിനിഫൈ മല്ലു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് സീസൺ 2ഉം. എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ജീഹുൻ മോളെ കാണാൻ തീരുമാനിച്ചാണ് എയർപോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ വെച്ച് തന്നെ റിക്രൂട്ടറെ കാണുകയും ജീഹുൻ തടയാൻ നോക്കുകയും ചെയ്തെങ്കിലും പക്ഷേ സാധിച്ചില്ല. ജീഹുൻ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ തന്നെ ജീഹുൻ ഒരു കോള് വരികയാണ്. കോളിൽ ഇങ്ങനെയായിരുന്നു: നീ എവിടെ പോകുക? നീ എടുക്കുന്ന തീരുമാനമൊക്കെ തെറ്റാണ്. ഇത് വേറെ ആരുമല്ല, ഇത് ഫ്രണ്ട്മാൻ ആയിരുന്നു. നമ്മുടെ കഥാനായകനായ ജീഹുൻ ഒരു ഐഡിയയും കിട്ടിയില്ല. ജീഹുൻ എല്ലായിടത്തും നോക്കിയിട്ട് ആരെയും കാണുന്നുമില്ല. അപ്പോൾ ജീഹുൻ പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഒളിച്ചിരുന്ന് കളിക്കാൻ? നിന്നെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. ഈ ഗെയിം എന്തായാലും ഞാൻ പൊളിക്കും എന്നാണ് ജീഹുൻ പറഞ്ഞത്. ജീഹുൻ അത് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഇറങ്ങി. നേരെ ഒരു ടാക്സി അടിച്ച് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു നൈഫ് മേടിച്ചു. പിന്നെ ജീഹുൻ അടുത്തുള്ള റെസ്റ്റ് റൂമിൽ കയറി ശരീരം മൊത്തം തിരഞ്ഞു നോക്കി എന്തെങ്കിലും ചിപ്പ് ഉണ്ടോയെന്ന്. ജീഹുൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. ജീഹുൻ്റെ ചെവിയുടെ പുറകിലായിട്ട് ഒരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജീഹുന് മനസ്സിലായത് ഇവർ ഇത്രയും നാൾ ജീഹുനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ജീഹുൻ ചെറുതായിട്ട് ചെവി കട്ട് ചെയ്ത് തന്നെ ആ ചിപ്പ് എടുത്ത് പുറത്തേട്ട് കളഞ്ഞു. പിന്നെ കാണിക്കുന്നത് ഫസ്റ്റ് സീസണിൽ വെടികൊണ്ട് കിടന്ന് ജിൻഹോ കണ്ണ് തുറക്കുന്ന സീനാണ് അടുത്ത് കാണിക്കുന്നത്. അതിൽ അവന് കുറേ പരിക്കുണ്ട്, പക്ഷെ അവൻ ആരോടും പറഞ്ഞിട്ടില്ല അവൻ്റെ ചേട്ടൻ അവനെ ഷൂട്ട് ചെയ്തത്. പിന്നെ കാണിക്കുന്നത് 2.5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ്. 2.5 വർഷം കഴിഞ്ഞിട്ട് ജിൻഹോ ട്രാഫിക് പോലീസിലോട്ട് മാറി. ഇപ്പോൾ ജിൻഹോയ്ക്ക് ആകെ ഒരു ജോലിയുള്ളൂ, റൂൾസൊക്കെ തെറ്റിക്കണവർക്ക് ഫൈനിട്ട് കൊടുക്കുക. ജീഹുൻ ഒരു ഫ്ലാറ്റിലാണ്. ജീഹുനെ തേടി അപ്പോഴാണ് ഒരാൾ വരുന്നത്. അവൻ്റെ പേര് കിം എന്നാണ്. കിം വരുമ്പോൾ തന്നെ ജീഹുനോട് പറയുന്നുണ്ട്, നമ്മൾ 2.5 കൊല്ലമായി അവനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും അവനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടില്ല. ഇത് ആരുടെ കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ ഗെയിമിൻ്റെ തന്നെ റിക്രൂട്ടറെയാണ് ഇവർ തപ്പി നടക്കുന്നത്. ഈ ജീഹുൻ പറഞ്ഞിട്ട് കിം 2.5 കൊല്ലമായിട്ട് ഓരോ സ്റ്റേഷനിലും പോയി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. സെയിൽസ്മാനെ തപ്പി പിടിക്കാൻ നോക്കിയിട്ട് ഇവർക്ക് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ടില്ല. അപ്പോൾ ജീഹുൻ പറയുന്നുണ്ട്, ഇത്തവണ എങ്ങനെയും കണ്ടുപിടിക്കണം. ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ എങ്ങനെയും കണ്ട് ഈ ഗെയിം എങ്ങനെയും നിർത്തണം. എന്നിട്ട് ജീഹുൻ പറഞ്ഞു, നാളെ തൊട്ട് രാവിലെ 6 മണി തൊട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നിങ്ങൾ തപ്പണം. എങ്ങനെയെങ്കിലും ആ റിക്രൂട്ടറെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരനായ ജിൻഹോ ഒരു ബോട്ടിനോട് പറയുന്നുണ്ട്, ബാ പോകാമെന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നമ്മൾ 1.5 വർഷമായിട്ട് ദ്വീപ് തപ്പിക്കൊണ്ടിരിക്കുക, ഇതുവരെയായിട്ടും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ വീണ്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ വെള്ളത്തിൽ കിടന്നതിന് ചത്താൽ മതിയായിരുന്നു, നിന്നെ രക്ഷിച്ച് ഇപ്പം എൻ്റെ തരില്ല എന്ന്. അന്ന് ഇവൻ്റെ ചേട്ടൻ ഷൂട്ട് ചെയ്തപ്പോൾ ഈ ക്യാപ്റ്റനാണ് ജിൻഹോയെ അന്ന് രക്ഷിച്ചത്. ഇവരെല്ലാ ദിവസവും ഓരോ ദ്വീപിൽ ഇങ്ങനെ പോയി നോക്കും, പക്ഷേ ഇതുവരെയായിട്ടും അങ്ങനത്തെ ദ്വീപ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവരിവിടെ ദ്വീപ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കിമ്മിൻ്റെ ആൾക്കാരും റിക്രൂട്ടറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേഷൻ കയറി ഇറങ്ങി. ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു സ്റ്റേഷനിലിരുന്ന് കിമ്മിൻ്റെ കൂട്ടുകാരനും ഒരുമിച്ചിരുന്നപ്പോൾ കിമ്മിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു റിക്രൂട്ടർ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല, ഈ ജീഹുൻ നമ്മളെ പറ്റിക്കണാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ കിമ്മ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ റിക്രൂട്ടർ എന്നെ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 500 വോണായിരിക്കും. അത്രയും പൈസയാണ് ജീഹുൻ ഇവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഒച്ച കേട്ടു. കിമ്മിൻ്റെ കൂട്ടുകാരൻ എന്താണ് ഒച്ചയെന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട ആള് ഡാൻസ് കളിക്കുന്നു. ഈ റിക്രൂട്ടർ വേറെ ആളായിട്ട് ഇൻവൈറ്റൻട്രി കൊടുക്കുമായിരുന്നു. അപ്പോൾ തന്നെ കിം ജീഹുണിന് വിവരം അറിയിച്ചു. കിമ്മി വിളിച്ച് പറഞ്ഞു, നിന്റെ റിക്രൂട്ടർ ഇവിടെ തന്നെ ഉണ്ട്, പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്റ്റേഷനിലോട്ട് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ റിക്രൂട്ടർ സ്റ്റേഷനിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. ഇറങ്ങിയ പോലെ തന്നെ കിം ഇവരെ ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ റിക്രൂട്ടർ കുറേയധികം ബ്രെഡും കുറേയധികം ലോട്ടറിയും ഒരു കടയിൽ നിന്ന് മേടിച്ചു. ഈ സമയത്തൊക്കെ നമ്മുടെ കിമ്മിൻ്റെ കൂട്ടുകാരൻ ഇവരെ ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് റിക്രൂട്ടർ നേരെ ഒരു പാർക്കിലേട്ടാണ് പോകുന്നത്. അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാരൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഈ ഓരോ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്തിട്ട് പോയിട്ട് റിക്രൂട്ടർ ചെന്ന് ചോദിച്ചു, ബ്രെഡ് വേണോ ലോട്ടറി വേണോ എന്ന് ചോദിച്ചു. അവിടെ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്തത് ബ്രെഡ് അല്ലായിരുന്നു, ലോട്ടറി ആയിരുന്നു. ഇതൊക്കെ കാണുന്ന കിമ്മിൻ്റെ ഫ്രണ്ടിനും ഇവൻ എന്തായി കാണിക്കുന്നതെന്ന് പോലും ഇവന് മനസ്സിലാവുന്നില്ല. അവസാനം റിക്രൂട്ടർ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞിട്ട് പാർക്കിൻ്റെ നടുക്ക് വന്നിട്ട് ബ്രെഡും ലോട്ടറിയും എല്ലാം താഴെ ഇട്ടിട്ട് അവിടെ തന്നെ വെച്ച് എല്ലാം ചവിട്ടി ചതച്ചു. അത് കണ്ട് കുറേ പാവപ്പെട്ട ആൾക്കാർ, നിങ്ങൾ എന്തിനിങ്ങനെ കാണിക്കുന്നത്, ആ ബ്രെഡ് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു. ആ ബ്രെഡ് ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു. പക്ഷെ ആ റിക്രൂട്ടർ പറഞ്ഞു, ആ ബ്രെഡ് നിങ്ങൾക്കുള്ളതല്ല, കാര്യം നിങ്ങൾ ചൂസ് ചെയ്ത ലോട്ടറിയാണ്, ഇവരെടുത്ത ലോട്ടറിയിലൊന്നും പ്രൈസ് ഇവർക്ക് അടിച്ചിട്ടില്ല, നിങ്ങൾ തന്നെയാണ് തീരുമാനിച്ചത് നിങ്ങൾക്ക് ബ്രെഡ് വേണ്ടെന്ന്, ഇനി നിങ്ങൾക്ക് തൊടാൻ അവകാശമില്ലെന്ന് റിക്രൂട്ടർ പറഞ്ഞു.
അവിടുന്ന് നേരെ പാർക്കിൽ നിന്ന് ഇറങ്ങി നമ്മുടെ റിക്രൂട്ടർ ടാക്സി എടുത്ത് വേറെ സ്ഥലത്തിലോട്ട് പോയി. ഇവിടുന്ന് തന്നെ നമ്മുടെ കിമ്മിൻ്റെ ഒരു ഫ്രണ്ടും റിക്രൂട്ടറെ ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. കിമ്മ് ജീവണിന് വിവരം അറിയിക്കുന്നുണ്ടായിരുന്നു. ഇവരിവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഇവനെ ഫോളോ ചെയ്യുവാണ്, നീ ഞങ്ങളുടെ പുറകെ തന്നെ വന്നെന്ന് പറയാനുണ്ടായിരുന്നു. ജീവന് ഇത് കേട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് അവനെ ഫോളോ ചെയ്യുമോ, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം എന്ന് പറയുന്നുമുണ്ട്. ജീവൻ പക്ഷെ ഓവർ സ്പീഡിൽ വന്ന കാരണം തന്നെ ജീവനെ പോലീസ് ചേസ് ചെയ്ത് വേറെ ആരുമല്ല, നമ്മുടെ ജിൻഹോയാണ്. ജിൻഹോ ജീവന് ഫൈൻ അടിച്ചു കൊടുത്താലും പക്ഷെ ജീവൻ അത് മൈൻഡ് പോലും ചെയ്യാണ്ട്, ജീവൻ ഒരു വില പോലും തരാണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. ഇത് കണ്ടോടുകൂടി ജിൻഹോനൊരു ഡൗട്ട് അടിക്കുകയാണ്, ഇവരെന്താ ഇത്ര ധൃതി, ഇവൻ എവിടെ പോവുകയാണെന്നൊക്കെ ഒരു ഡൗട്ട് അടിക്കുകയാണ്. ലൈസൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതേ സമയം പാർക്കിൽ നിന്ന് ഇറങ്ങിയ റിക്രൂട്ടർ വേറെ സ്ഥലത്തോട്ട് പോയി. അതുപോലെ തന്നെ കിമ്മിന്റെ കൂട്ടുകാരനും ഇയാളെ ഫോളോ ചെയ്യാനുണ്ടായി. ഇവര് ഫോളോ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ജീവൻ അവിടെ എത്തിയിട്ട് പോലും ഉണ്ടായിട്ടില്ല. റിക്രൂട്ടർ ടാക്സിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവാ. അതുപോലെ തന്നെ കിം ഇവരെ ഫോളോ ചെയ്തിട്ടങ്ങ് പോകുന്നുണ്ട്. കിമ്മിന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഇവനെ ഇനി മിസ്സാക്കാൻ പറ്റില്ല, റിക്രൂട്ടർ ഇപ്പം മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവനെ കിട്ടുക പോലുമില്ല. ഇവര് റിക്രൂട്ടറിന്റെ പുറകെ പോയപ്പോൾ തന്നെ പക്ഷെ റിക്രൂട്ടർ അത് കണ്ട് ഇവരെ രണ്ടുപേരെ ഇടിച്ച് അവസാനം ഇവരെ തടവിലാക്കി. ഇതെല്ലാം കഴിഞ്ഞ് ജീവൻ അവിടെ എത്തിയപ്പോൾ ഇവരെ വിളിച്ചിട്ടാണ് ഈ ഫോൺ കൊടുക്കാനുള്ള. കിമ്മിനെ കുറേ വട്ടം ട്രൈ ചെയ്തിട്ടൊന്നും കിമ്മ് കോൾ അറ്റൻഡ് പോലും ചെയ്യാനുള്ള. പിന്നെയാണ് ആ സ്ഥലത്ത് കുറേ ബ്ലഡൊക്കെ കിടക്കണ കണ്ടത്. അപ്പോൾ ജീവന് മനസ്സിലായി ഇവിടെ എന്തോ അപകടം ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ ജീവൻ വന്ന് ഇവരെ തപ്പി നടക്കണമൊക്കെ നമ്മുടെ റിക്രൂട്ടർ പൊക്കത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് റിക്രൂട്ടർ നേരെ കിമ്മിനെയും കിമ്മിന്റെ കൂട്ടുകാരനെയും കസേരയിൽ കയ്യും കാലൊക്കെ കെട്ടിവെച്ച് ഇങ്ങനെ നിർത്തിയേക്കുക. ഇവർക്കാണെങ്കിൽ ഇത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. മുഖത്തൊക്കെ മൊത്തം ചോര മുറിവൊക്കെയാണ്. പിന്നെ റിക്രൂട്ടർ ഒരു ഗെയിം പറഞ്ഞു, ഈ ഗെയിമിൽ ആര് തോക്കുന്നോ അവരെ ഞാൻ കൊല്ലും എന്നുള്ള രീതിക്ക്. അവസാനം തോറ്റത് കിമ്മായിരുന്നു. കിമ്മിനെ അപ്പം തന്നെ റിക്രൂട്ടർ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അതേ രാത്രി തന്നെ ജോഹോ ജീവണിന്റെ വണ്ടിയുടെ അഡ്രസ്സൊക്കെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കി, റെന്റ് സർവീസ് അഡ്രസ്സാന്നൊക്കെ നോക്കി ആ ബിൽഡിംഗ് ഏതാന്ന് ജോഹോ കണ്ടുപിടിച്ചു. എന്നിട്ട് ജോഹോ ആ ബിൽഡിങ്ങിൽ എങ്ങനെയൊക്കെയോ വലിഞ്ഞേറി ആ ഓഫീസിനുള്ളിൽ കിടന്നു. പക്ഷെ അപ്പോഴാണ് കണ്ടത് അവിടെ കുറേ ആ ഡ്രോയിൻ്റെ ഉള്ളിൽ മൊത്തം വെപ്പൺസ് ആണ്. അതൊരു ജസ്റ്റ് ഒരു വെഹിക്കിൾ റെന്റൽ കോൺട്രാക്റ്റ് അല്ല. അവിടുന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രം എടുത്തുകൊണ്ട് ജോഹോ അവിടുന്ന് ഇറങ്ങി. ജീവൻ റിക്രൂട്ടറിനെ കിമ്മിനെയും തിരക്കി കുറേ നടന്നിട്ട് അവരെ കാണാൻ പോലും സാധിച്ചില്ലാത്തതുകൊണ്ട് ജീവൻ നേരെ തിരിച്ച് ഫ്ലാറ്റിലോട്ട് തന്നെ പോന്നു. കിമ്മ് മരിച്ച കാര്യം പോലും ജീവന് അറിയില്ലത്. ജീവൻ നേരെ റൂമിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ റിക്രൂട്ടർ ജീവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം റിക്രൂട്ടർ ജീവനോട് ചോദിച്ചു, നീ എന്നെ കുറേ നാളായിട്ട് തപ്പി നടക്കുമായിരുന്നില്ലേ എന്ന്. അപ്പം ജീവൻ ചോദിക്കുന്നുണ്ട്, നീ ആരാ, നീ നിന്റെ മാസ്റ്ററിനെ എനിക്ക് കാണാൻ ഏർപ്പാടുണ്ടാക്കുക. അപ്പം റിക്രൂട്ടർ പറയാണ്, നീ എന്നോട് പറയും, ഞാൻ നേരെ മാസ്റ്ററിനോട് പറഞ്ഞോളാം, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്മാനോട് പറഞ്ഞോളാം. അപ്പം ജീവൻ പറയുന്നുണ്ട്, നീ വെറും അവരുടെ വളർത്തു നായയാണ്, നിനക്ക് ഒരാൾക്ക് എൻട്രി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, അവർ പറയണ എങ്ങനെയാണ് അതങ്ങനെ വാലാട്ടി നിൽക്കാൻ മാത്രമാണ് നിനക്കറിയാവുള്ളൂ എന്നാണ് ജീവൻ പറയണത്. ആ സമയത്ത് തന്നെ റിക്രൂട്ടും പറയുന്നുണ്ട്, നീയൊക്കെ എങ്ങനെയാണ് ഗെയിം ജയിച്ചതെന്ന് പോലും. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജീവൻ വിന്നായതാണല്ലോ, അപ്പം അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ റിക്രൂട്ടർ പറയുന്നുണ്ട്, നിന്നെപ്പോലുള്ള വേസ്റ്റ് ആയത് എങ്ങനെയാണ് ജയിച്ചത് പോലും അറിയില്ല, നീ എൻ്റെ തന്നെ ഡാൻസ് കളിച്ച് ഇഷ്ടം പോലെ അടികൊള്ളാല്ലേ എന്ന് റിക്രൂട്ടർ പറയുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാണ്ട് ജീവൻ കുറേയൊക്കെ റിക്രൂട്ടർ മേലെ കുറേ താഴ്ത്തി പറയുന്നുണ്ട്, നീ നായയാണ്, നിനക്ക് വാലാട്ടാൻ മാത്രം അറിയുള്ളൂ. അപ്പോൾ പതിവ് പോലെ റിക്രൂട്ടർ പറയുന്നുണ്ട്, നമുക്കൊരു ഗെയിം കളിക്കാം. പക്ഷെ ഗെയിം എന്താന്ന് വെച്ചാൽ ഒരു ഗണ്ണിൽ ഒരു ബുള്ളറ്റ് ഇടും, അവർ മാറി മാറി സ്വന്തമായി ഷൂട്ട് ചെയ്യണം. ഇതിൽ ഏത് ഷൂട്ടിലാണോ ബുള്ളറ്റ് വന്ന് അയാൾ മരിക്കുന്നത് അവരാണ് ലൂസർ. ഈ റൂൾ കേട്ട് ജീവൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ രണ്ടുപേർക്കും നല്ല ഭയം അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് സ്വന്തമായി ഷൂട്ട് ചെയ്യേണ്ടത് ജീവനായിരുന്നു. ഭാഗ്യവശാൽ ജീവനിന് ബുള്ളറ്റ് റോളായില്ല. പിന്നെ അടുത്ത അവസരം റിക്രൂട്ടറിനായിരുന്നു. ഇവർ മാറി മാറിയാണ് ഗെയിം കളിക്കുന്നത്. റിക്രൂട്ടറിന് ഷൂട്ട് ചെയ്തപ്പോഴും ബുള്ളറ്റ് റോളായില്ല. റൗണ്ട് കഴിഞ്ഞു. ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ട് തന്നെ ഇവരുടെ ഈഗോ പുള്ള് ചെയ്യാനുണ്ട്. പക്ഷെ രണ്ടുപേരും വലിയ കാര്യമായിട്ടത് മൈൻഡ് ആക്കുന്നില്ല. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ജീവന്റെ ഉള്ളിൽ പേടി കൂടിക്കൂടി വന്നു. അതുപോലെ തന്നെയായിരുന്നു റിക്രൂട്ടറിന്റെ ഉള്ളിൽ. പക്ഷെ റിക്രൂട്ടർ അത് പുറത്തൊരിക്കലും കാണിക്കാറില്ല. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് വന്നു. അവസാനം ജീവന്റെ ടേൺ വന്നു. ജീവൻ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു റിക്രൂട്ടറിന്. ജീവൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് തന്നെ ഓർത്ത് ഹെഡിൽ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തതും പക്ഷെ റോളായില്ല. അവസാനത്തെ ടേൺ റിക്രൂട്ടറിനാണ്. റിക്രൂട്ടർ മരിക്കുമെന്ന് തന്നെ എന്തായാലും ഉറപ്പായിരുന്നു, കാരണം ഇത് ലാസ്റ്റ് റൗണ്ട് ആയിരുന്നു. അങ്ങനെ റിക്രൂട്ടർ വിധി അക്സെപ്റ്റ് ചെയ്തു, ഇതാണ് ഇനി അവൻ്റെ അവസാനമെന്ന്.
അങ്ങനെ റിക്രൂട്ടർ സ്വന്തമായി ഷൂട്ട് ചെയ്ത് മരിച്ചു. അങ്ങനെ ഈ എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കുറേ പോരായ്മ ഉണ്ടെന്ന് തന്നെ അറിയാം, ബിക്കോസ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്സ് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. സ്ക്വിഡ് ഗെയിം സീസൺ 3 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ശരി എന്നാൽ.